ദൈവത്തെ ഒരിക്കൽ അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വെച്ച് വേണ്ടത് നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ആ അരൂപി നമ്മൾ തുടരും. അതുകൊണ്ട് അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം നടക്കും. ഇന്ന് ഞാനിപ്പം എൻ്റെ മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 എന്നാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്, അപ്പം ഞാൻ എവിടെയാണ് നിന്നത്? അവിടെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. ആ കർത്താവിൻ്റെ ദിവ്യകാരുണ്യം ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഉടമ്പടിയിൽ ഇന്ന്, ഉടമ്പടിക്ക് ശേഷവും നിങ്ങളുടെ കാലാവധിക്ക് ശേഷവും നിങ്ങൾ ഉടമ്പടി തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി സാക്ഷിയായിട്ട് ജീവിക്കും. ദൈവത്തിന് പ്രയോജനമുള്ളൊരു ജന്മമായിട്ട് ദൈവത്തിൻ്റെ സുവിശേഷ സാക്ഷിയായി ഞാൻ ജീവിക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക് വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് അടയാളം കിട്ടും. ഉടമ്പടി എടുക്കുന്നതിനേക്കാൾ പ്രശ്നമാണ് ഉടമ്പടി ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കണത്. ഏറ്റെടുപ്പിക്കാനുള്ളൊരു മാർഗം ഇതാണ് ഇപ്പോൾ പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടി ജീവിക്കുമെന്ന് ദൈവത്തിനൊരു വൃത്തിയുള്ള വാക്ക് കൊടുക്കണം. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും ഞാൻ വിശുദ്ധിയോടും സുവിശേഷ സാക്ഷിയായിട്ട് ജീവിക്കും. അത് സത്യസന്ധമാണെങ്കിൽ ഇന്ന് അടയാളം നടക്കും. കാര്യം ഉടമ്പടി കർത്താവിൻ്റെ വാക്ക് കർത്താവ് ആ വാക്കിൽ നിന്ന് മാറ്റത്തില്ല. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ പോലും ഞാൻ വിശ്വസ്തനാകുമെന്ന് പറയുമ്പോഴേ ആ വിശ്വസ്തത നമുക്ക് അനുഭവവേദ്യമാകണം. അനുഭവവേദ്യമാകണത് വേറെ ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം ദൈവത്തെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ എക്കാലവും ദൈവത്തിന് 90 ദിവസമല്ല പ്രായം, അവൻ നിത്യത വരെ. അപ്പം നിങ്ങൾ എന്നെ കർത്താവ് നീ എന്നെ സഹായിക്കണം. എനിക്ക് ജീവിതകാലം മുഴുവൻ ഉടമ്പടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അതിനിവിടെ ആലപ്പുഴ വരണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. ജീവിതകാലം മുഴുവൻ ആലപ്പുഴ വരണമെന്ന, പേപ്പർ വായിക്കണമെന്ന, ക്യൂ നിൽക്കണമെന്ന ഒന്നും നിർബന്ധമില്ല.